the whistle. An historic night. ഈ ഒരു ചിത്രം ഒരുപക്ഷെ നിങ്ങളിൽ പല സംശയങ്ങളും ഉണ്ടാക്കിയേക്കാം. എന്നാൽ ഇവിടെ ശരിക്കും റഫറിയോ UFAയോ വാർ അസിസ്റ്റൻസോ ആയിരുന്നില്ല കുറ്റക്കാരൻ. ഒരിക്കലും ഒരു ബോക്സിലേക്ക് കയറി നിൽക്കുമ്പോൾ ഷർട്ട് ധരിക്കരുത് എന്ന ആ റൂളിനെ ലംഘിച്ച റൊണാൾഡോ തന്നെയാണ് കുറ്റം ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതൊന്നും വിശ്വാസമായില്ലെന്ന് മനസ്സിലായി. എന്നാൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് ഒട്ടും വിശ്വസിക്കാനാകില്ല. ഒരിക്കൽ മദിരയിൽ ഒരു പയ്യൻ കാൽപന്തിനെ തൻ്റെ കുടുംബത്തിൻ്റെ പട്ടിണി അകറ്റുവാൻ തിരഞ്ഞെടുക്കുന്നു. അതേ കാൽപന്ത് കൊണ്ട് ഈ ലോകം തന്നെ വെട്ടിപ്പിടിക്കുന്നു. അതേ ലോകത്തിലെ ഒരുപാട് ആളുകളുടെ പട്ടിണി മാറ്റുന്നു. പറഞ്ഞു വയ്ക്കുമ്പോൾ അതെല്ലാം ഒരു സിമ്പിൾ പ്രോസസ്സായി നിങ്ങൾക്ക് തോന്നാം. എന്നാൽ ആ ബ്രാൻഡിലേക്കുള്ള അയാളുടെ യാത്ര അതത്ര സിമ്പിളായിരുന്നില്ല. സഹനത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും കഥകൾക്കുമപ്പുറം നിലയ്ക്കാൻ കാത്തിരുന്ന ഹൃദയത്തോട് പോലും അയാൾ പൊരുതിയതിൻ്റെ ഫലമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ഇന്നത്തെ ഈ വലിയ ബ്രാൻഡ്. കുഞ്ഞു റൊണാൾഡോയിൽ നിന്നും ഇതിഹാസങ്ങളിലേക്കുള്ള യാത്ര അത് വളരെ വേഗത്തിൽ തന്നെയായിരുന്നു. മറ്റാരേക്കാളും വേഗത്തിൽ ഓടാൻ അവൻ ആഗ്രഹിച്ചു. ഗോളുകൾ അടിച്ചുകൂട്ടാൻ വല്ലാതെ മോഹിച്ചു. ആരെക്കാളും ഉയരത്തിൽ ചാടുവാൻ പരിശ്രമിച്ചു കൊണ്ടേയിരുന്നു. വായുവിൽ മലക്കമറിഞ്ഞ് ഗോൾ നേടാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരുന്നു. വാരകളകൽ നിന്ന് ഷോട്ടുകൾ തൊടുക്കാൻ പരിശീലിച്ചു. ഫ്രീ കിക്ക് ഗോളുകൾ ഹരമായി കൊണ്ടു നടന്നു. അതിനേക്കാളെല്ലാം മേലെ എല്ലാവരിൽ നിന്നും വ്യത്യസ്തനാകുവാൻ തൻ്റെ ആരോഗ്യവും സംരക്ഷിച്ചു. ഇത്തരം കാര്യങ്ങൾ നിർബന്ധ ബുദ്ധിയോടെ പ്രാപ്തമാക്കി അയാൾ തന്നെ മെരുക്കിയെടുക്കുന്ന ഒരു കാൽപന്ത് കളിക്കാരനായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ആ മനുഷ്യൻ. ലോകം ആ റൊണാൾഡോയുടെ വളർച്ചയിലേക്ക് സദാസമയം ശ്രദ്ധ ചെലുത്തി. പാരമ്പര്യമൊന്നും അവകാശപ്പെടാനില്ലാതിരുന്ന ഒരു രാജ്യത്തിൻ്റെ സ്വപ്നങ്ങളെ ഒറ്റയ്ക്ക് ഉയർത്തിക്കൊണ്ടുവന്ന അയാളെന്ന വിശ്വാസത്തെ അതേ ലോകം അത്ഭുതത്തോടെ ആരാധിച്ചു കൊണ്ടേയിരുന്നു. അവൻ്റെ ഓരോ വാക്കുകളും പ്രവൃത്തികളും ഈ ലോകത്തിൻ്റെ പൾസിനെ പോലും നിയന്ത്രിക്കുവാൻ ആരംഭിച്ചു. പലരുടെയും ഇൻസ്പിറേഷനായി മാറി, ഐഡിയലായി മാറി. അങ്ങനെയുള്ള ഒരാളെ ദൈവം പരീക്ഷിക്കുമോ? അങ്ങനെ പരീക്ഷിച്ചാൽ പോലും ലോകത്ത് കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് ദൈവം നൽകുന്ന കൂലി ഇതാണോ എന്ന ചോദ്യം ഉയർന്നു വരികില്ലേ? റൊണോ എന്ന മഹാലൈബ്രറിയിലെ എ ബോയ് ഫ്രം മദീന എന്ന ആദ്യ അധ്യായത്തിലെ ആമുഖത്തിൽ നിന്നും ഇവിടം വരെ വായിച്ചു തീർത്ത കഥയിൽ എവിടെയാണ് അയാൾക്കെതിരെ ദൈവം മനീതിയുടെ വേഷം അണിഞ്ഞത്? ആ ചോദ്യം പലപ്പോഴും മനസ്സിൽ ഉയർന്നു വരാറുണ്ട്. അതോ ഇനി മനുഷ്യൻ തന്നെയാകുമോ അയാളുടെ മുന്നിൽ ദൈവമായി പ്രത്യക്ഷപ്പെട്ടത്? ചെറുപ്പം മുതൽ വിധിയോട് പോലും പോരാടുവാൻ ധൈര്യം കാണിച്ച റൊണോയ്ക്ക് ക്ലബ്ബുകൾ തിരഞ്ഞെടുക്കുവാൻ ഭയമുണ്ടായിരുന്നില്ല. ഒരു കംഫർട്ട് സോൺ അദ്ദേഹത്തിന് ആവശ്യമുണ്ടായിരുന്നില്ല. എന്നിട്ടും തൻ്റെ പ്രൈം കാലഘട്ടത്തിൽ തന്നെ നേടാവുന്നതിനും അപ്പുറം നേട്ടങ്ങൾ അയാൾ നേടുന്നുണ്ട്. അതൊരു പക്ഷേ ഒരുപാട് ശത്രുക്കളെയും സൃഷ്ടിക്കുന്നുണ്ട്. തൻ്റെ ജന്മം ഒരു ഭാഗ്യമല്ലല്ലോ, അത് താൻ തിരഞ്ഞെടുത്ത വഴികളുടെ പ്രതിഫലമാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ ആത്മവിശ്വാസത്തിൽ അയാളേറെ സ്വയം വിശ്വസിച്ചിരുന്നു. താൻ തന്നെയാണ് മികച്ചത് എന്ന് പറയുവാൻ അയാൾക്ക് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. അത്തരത്തിലുള്ള പല പ്രസ്താവനകളും അയാൾക്കൊരു അഹങ്കാരിപ്പട്ടം നൽകുന്നുമുണ്ട്. ഇനി ശരിക്കും അതുകൊണ്ടൊക്കെ തന്നെയാകുമോ പലപ്പോഴും വിധി പോലും അയാൾക്കെതിരെ നിൽക്കുന്നത്? പക്ഷെ പലപ്പോഴും അത്തരം വിധികളെയെല്ലാം പതിവായി അതിജീവിക്കുകയാണല്ലോ അയാൾ ചെയ്യാറുള്ളത്. എന്നാൽ പിന്നെ എന്തായിരിക്കണം ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം? പലപ്പോഴും റൊണോയ്ക്കെതിരെയാണ് കാര്യങ്ങൾ. ഒരുപക്ഷെ ഇതെല്ലാം അയാളോടുള്ള കടുത്ത ആരാധന കൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നതുമാകാം. പക്ഷേ ചില സമയങ്ങളിൽ അതിനെയെല്ലാം റിയലൈസ് ചെയ്യുമ്പോൾ, റീചെക്ക് ചെയ്യുമ്പോൾ അവിടെയെല്ലാം ചില സംശയങ്ങൾ നിഴലിക്കാറുണ്ട്. അപ്പോഴും കോൺഫിഡൻസ് എന്ന വാചകം അതെല്ലാം ദൂരീകരിക്കും. പിന്നീട് എപ്പോഴോ റൊണോ വിവിധ കമ്പനികൾക്കെതിരെയും ഫിഫയുടെ തലപ്പത്തിരിക്കുന്ന ചിലർക്കെതിരെയും വാക്കുകൾ കൊണ്ട് പ്രവൃത്തി കൊണ്ടും എതിരാളിയാകുന്നു. ഭയമില്ലാത്തവൻ്റെ വാക്കുകൾക്ക് അത്രയേറെ മൂർച്ചയുണ്ടായിരുന്നു. പല കമ്പനികളും പല വ്യക്തികളും അത് തിരിച്ചറിഞ്ഞതുമാണ്. അത് ഈ ഫുട്ബോൾ ലോകത്തെ ഓരോ ആരാധകനും അംഗീകരിക്കുകയും ആസ്വദിക്കുകയും ചെയ്തു. ഒരുപക്ഷെ അതെല്ലാം ആയിരിക്കണം അയാൾക്കെതിരെ കാര്യങ്ങൾ മാറിമറിയാൻ കാരണമാകുന്നത്. അയാൾ പങ്കെടുക്കുന്ന മത്സരങ്ങളിലും അയാൾ ഉൾപ്പെടുന്ന പുരസ്കാരങ്ങളിലും അതിൻ്റെ പ്രതിഫലനങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ അപ്പോഴും അതൊന്നും ആരും എക്സിക്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങളാകുകയില്ല എന്ന് വിശ്വസിക്കാൻ മാത്രമേ ആഗ്രഹിച്ചുള്ളൂ. പക്ഷെ പിന്നീടും മുന്നോട്ടങ്ങനെ കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല. നിരന്തരം അവഗണനകൾ, പല സമയങ്ങളിലും ടെക്നിക്കൽ വിധി പോലും അയാൾക്കെതിരെ നിൽക്കുന്നു. ഒരുപക്ഷെ അതും ടെക്നിക്കൽ ഇററുകളാണെന്ന് വിശ്വസിച്ചു.
അങ്ങനെ പതിയെ പതിയെ വർഷങ്ങൾ മുന്നോട്ട് പോകുന്തോറും മറ്റൊന്നുകൂടി മനസ്സിലാക്കാൻ തുടങ്ങി. അയാൾ നേരിട്ട പല സമാന സാഹചര്യങ്ങൾക്കും മറ്റിടങ്ങളിൽ പരിഹാരമുണ്ടാകുന്നുണ്ട്. എന്നാൽ അയാൾ മാത്രം ഉയർത്തുന്ന ആവശ്യങ്ങൾ ഫ്രോം കമൻ്റായി മാറുകയാണ്. ഈ കഥ പറഞ്ഞ് എങ്ങോട്ടാണ് പോകുന്നത്? ഇതെല്ലാം വെറും കോൺസിഡൻ്റായി മാത്രം ഓരോ റൊണോ ആരാധകനും അല്ലാത്തവനും കരുതേണ്ട കാര്യം മാത്രമാണ്. പക്ഷെ പോകെ പോകെ വീണ്ടും കാര്യങ്ങൾ അതിലും മോശമായി. അവിടെയാണ് ആ വാചകത്തെ തിരുത്തേണ്ടി വരുന്നത്. അയാൾക്ക് മാത്രം ഒരു പ്രത്യേക നിയമം, മറ്റുള്ളവർക്ക് മറ്റു നിയമങ്ങൾ. അയാൾ കളിക്കുന്ന ടീമിനോടും അയാൾ സപ്പോർട്ട് ചെയ്യുന്ന കളിക്കാർക്കും മറ്റൊരു വ്യവസ്ഥയും കൂടെയായിരുന്നു. വയസ്സും പരിക്കും മകൻ്റെ മരണവുമെല്ലാം അയാളുടെ വേഗത്തെയും മനസ്സിനെയും ചോദ്യം ചെയ്ത് നിൽക്കുമ്പോൾ പരിശീലകൻ്റെ വേഷത്തിൽ, അസോസിയേഷൻ്റെ വേഷത്തിൽ, വാറിൻ്റെ രൂപത്തിൽ, റഫറിയുടെ രൂപത്തിൽ അതിങ്ങനെ മാറി മാറി പരീക്ഷിച്ചു കൊണ്ടേയിരുന്നു. ഒടുവിൽ നരച്ച മുടിയഴകം കണ്ടു തുടങ്ങി. ഈ പ്രായത്തിൽ ആ യൂറോ കപ്പെങ്കിലും നേടി അവസാനിപ്പിക്കാമെന്ന് കരുതുന്നുണ്ടാകാം. അങ്ങ് ജർമ്മനിയിൽ അവസാന ആട്ടത്തിൽ കാര്യങ്ങൾ അങ്ങനെ സുഖമായി പോകുകയുമായിരുന്നു. എന്നാൽ എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. മറ്റൊരു കോൺസിഡൻസിന് കൂടി സമയമാകുന്നത് പോലെ. ഈ കാലഘട്ടത്തിലെ വാർ സിസ്റ്റത്തിൽ റൊണോയ്ക്ക് മാത്രം പരിമിതികളുണ്ട്. അയാളുടെ നിമിഷങ്ങളെ ചെക്ക് ചെയ്യുവാൻ മാത്രം ആ വലിയ സിസ്റ്റം എനേബിൾ ആകാറില്ല. ഒരുപക്ഷെ വാർ സിസ്റ്റത്തിന് പോലും അയാളോട് പരിഭവം ഉണ്ടായിരിക്കണം. പിന്നെ അയാളൊരു മികച്ച അഭിനേതാവും കൂടിയായിരുന്നു എന്നതാണ് ആകെയുള്ള ആശ്വാസം. വൈ ഓൾവേസ് അഗെയിൻസ്റ്റ് മീ എന്ന് അയാൾ വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ ആരാധകനാണ് നിങ്ങളെങ്കിൽ അയാളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. ഇതെല്ലാം താങ്കളുടെ വെറും തോന്നൽ മാത്രമാണെന്ന്, കഠിനാധ്വാനത്തിലൂടെ മുന്നോട്ട് വന്നിട്ടും അഹങ്കാരം കാട്ടിയതിന് ദൈവം തരുന്ന ശിക്ഷയാണെന്ന്. അനുഭവിക്കുക, ആസ്വദിക്കുക, പടിയിറങ്ങുക. ആ പഴയ റൊണോയാകാൻ ഒരിക്കലും ശ്രമിക്കേണ്ടതില്ല. ഇനിയും ഉയർത്തി നിൽക്കുവാൻ നിങ്ങൾ ശ്രമിച്ചാൽ പോലും കാൽപന്ത് ദൈവത്തെ പോലും വിലക്കി വാങ്ങിയവരുടെ അനുവാദം വേണ്ടിവരും. കഥ ഇവിടെ തുടരുകയാണ്.